ഒരു വിമാനം വരെ വലിക്കാൻ കഴിയുന്നത്ര ശക്തിയുള്ള ഒരാളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കൂടാതെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ അത്തരമൊരു ശക്തനായ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ശക്തി കണ്ടാൽ നിങ്ങളും അത്ഭുതപ്പെട്ടു പോകും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി ലോകത്തിലെ ചില ശക്തരായ ആളുകളെക്കുറിച്ച് പറഞ്ഞുതരാം. അവരെക്കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ആരംഭിക്കാം. ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകൾ. ഇതിൽ ആദ്യത്തേത് ലാരി വീൽസ് ആണ്. സുഹൃത്തുക്കളെ, ലാരി വീൽസ് പലതവണ ആം റെസ്ലിംഗ് ചാമ്പ്യൻ ആയിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ആം റെസ്ലിംഗ് എത്രത്തോളം പ്രശസ്തമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അവരിലൊരാളാണ് ലാരി വീൽസ്. തന്റെ ഒരു കൈകൊണ്ട് ഒരു കാറ് വരെ വലിക്കാൻ കഴിയുന്നത്ര ശക്തി അദ്ദേഹത്തിനുണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ അദ്ദേഹം ഒരു കൈകൊണ്ട് ഒരു മുഴുവൻ കാറും വലിച്ചെടുക്കുന്നു. അതോടൊപ്പം കാറിന് മുകളിലിരിക്കുന്ന ആളുകളുടെ ഭാരവും അദ്ദേഹം തന്റെ ഒരൊറ്റ കൈകൊണ്ട് വലിക്കുന്നു. അടുത്തത് അലക്സ് പോപ്പോവിച്ച് ആണ്. സുഹൃത്തുക്കളെ, ഇദ്ദേഹം ലോകത്തിലെ അത്തരമൊരു ശക്തനായ വ്യക്തിയാണ്. ഇദ്ദേഹത്തെ കണ്ട ഇദ്ദേഹത്തിന്റെ ശക്തി നിങ്ങൾക്ക് ഒട്ടും ഊഹിക്കാൻ കഴിയില്ല. ഇദ്ദേഹം ഒരു കുതിരയെ തന്റെ ചുമലിൽ ചുമന്ന് ഇത്തരത്തിൽ നടന്നു പോകുന്നു. ഈ കുതിരയെ കണ്ടിട്ട് അതിന് ഭാരം കുറവായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ കുതിരയ്ക്ക് 450 കിലോ ഭാരമുണ്ട്. അത് അലക്സ് തന്റെ ചുമലിൽ വെച്ച് സുഖമായി കൊണ്ടുപോകുന്നു. അടുത്തത് മൈക്കിൾ സിവിലിയാൻസ് ആണ്. ഇദ്ദേഹം ഡെഡ് ലിഫ്റ്റിംഗ് ചെയ്യുന്നതിലെ രാജാവാണ്. തന്റെ കൈകൾ കൊണ്ട് പല കിലോ ഭാരം ഉയർത്താൻ ഇദ്ദേഹത്തിന് കഴിയും. ഇപ്പോൾ ഇദ്ദേഹം ഈ റോഡ് ഉപയോഗിച്ച് ഉയർത്തുന്ന ഭാരം ആ റോഡിന്റെ ഇരുവശത്തും എത്രത്തോളം ഭാരമുണ്ടെന്ന് വെച്ചാൽ അത് നടുവിൽ നിന്ന് മളയുന്നതായി കാണാം. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്തരമൊരു നിമിഷവും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇദ്ദേഹം ഡെഡ് ലിഫ്റ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് ഭാരം കൂടിയത് കാരണം ഇദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങുന്നു. ഇതുപോലെ ലോകത്തിൽ തങ്ങളുടെ ശക്തി ആളുകളുടെ മുന്നിൽ പ്രകടിപ്പിച്ചു കാണിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഉദാഹരണത്തിന്, തന്റെ നെഞ്ചിൽ ഒരു ചെയിൻ കെട്ടുകയും അതിനുശേഷം നെഞ്ചു വിരിക്കുമ്പോൾ ആ ചെയിൻ പൊട്ടിപ്പോകുകയും ചെയ്യുന്ന ഈ വ്യക്തിയെ നോക്കൂ. അതുപോലെ ഈ വ്യക്തിക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചൂടാക്കി ചൂടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹോട്ട് വാട്ടർ ബോട്ടിൽ, അതിന്റെ റബ്ബർ എത്രത്തോളം കട്ടിയുള്ളതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ബോട്ടിൽ പോലും ഈ വ്യക്തി തന്റെ വായ് കൊണ്ട് ഊതി വീർപ്പിച്ചു പൊട്ടിക്കുന്നു. ഒരു സാധാരണക്കാരൻ തന്റെ വിരലുകൾ എത്ര ശക്തമാക്കിയാലും ഒരു വിരൽ കൊണ്ട് തേങ്ങയിൽ തുളയുണ്ടാക്കാൻ ഒരിക്കലും കഴിയില്ല. എന്നാൽ ഈ വ്യക്തി തന്റെ ഒറ്റ വിരൽ കൊണ്ട് എല്ലാ തേങ്ങകളിലും തുളയുണ്ടാക്കുന്നു. ഇപ്പോൾ ഈ വ്യക്തിയുടെ വിരൽ എത്രത്തോളം ശക്തമായിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേയുള്ളൂ. ഇതുപോലെയുള്ള മറ്റൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം തന്റെ ശക്തി കൊണ്ട് ഇഷ്ടികയും കല്ലും എല്ലാം തകർത്തുകൊണ്ടു പോകുന്നു. കൂടാതെ തന്റെ കഴുത്തിന് താഴെ വെച്ച് ഒരു ആപ്പിൾ വരെ നിരിച്ചു പൊട്ടിക്കാൻ ഇദ്ദേഹത്തിന് കഴിയും. ഇനി കാൽ കൊണ്ട് ചവിട്ടി ഒരു ഇരുമ്പ് പൈപ്പ് വളയ്ക്കുക എന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എന്നാൽ ഈ വ്യക്തി തന്റെ ഒറ്റ ചവിട്ടിൽ പൈപ്പ് വളയ്ക്കുന്നു. നിങ്ങൾ ഇന്റർനെറ്റിൽ ഹൈസ്പീഡ് പഞ്ചിന്റെ വീഡിയോകൾ എപ്പോഴെങ്കിലും തീർച്ചയായും കണ്ടിട്ടുണ്ടാകും. അത് കാണുമ്പോൾ ഈ വീഡിയോ വ്യാജമാണെന്ന് തോന്നും. അതായത് ഇത്രയും വേഗതയുള്ള പഞ്ച് ആർക്കും അടിക്കാൻ കഴിയില്ലെന്ന് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ഈ വീഡിയോകൾ സത്യമാണ്. അവരുടെ കൈകളിൽ എത്രത്തോളം ശക്തിയുണ്ടെന്ന് വെച്ചാൽ സ്വന്തം വേഗത കൊണ്ട് തന്നെ അവർ ഏതിഷ്ടികയും തകർക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യൻ ശക്തനായ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ പേര് അഭിഷ് എന്നാണ്. അദ്ദേഹം തന്റെ ഒറ്റ ബോക്സിംഗ് കൊണ്ട് തേങ്ങ തകർക്കുന്നു. അദ്ദേഹത്തിന്റെ കൈ തട്ടുമ്പോഴേക്കും തേങ്ങ പൊട്ടുന്നത് അതൊരു തേങ്ങയല്ല മറ്റെന്തോ ആണ് എന്ന രീതിയിലാണ്. അടുത്തത് എഡ്ഡി ഹോൾ ആണ്. സുഹൃത്തുക്കളെ, ഈ വ്യക്തി ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനായി കണക്കാക്കപ്പെടുന്നു. ഇദ്ദേഹത്തിന് ഒരു വിമാനം വരെ വലിക്കാൻ കഴിയുന്നത്ര ശക്തിയുണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഇദ്ദേഹം തന്റെ അരയ്ക്ക് പിന്നിൽ വിമാനത്തിൽ കെട്ടിയ കയറിട്ടിട്ടുണ്ട്. മുന്നിൽ നിന്ന് ഒരു കട്ടിയുള്ള കയറിൽ പിടിച്ച് വിമാനം വലിച്ചുകൊണ്ടുപോകുന്നു. ഇതുകൂടാതെ ഇദ്ദേഹത്തിന് എത്ര വലിയ ഭാരവും ഉയർത്താനും അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാനും കഴിയും. ഇത്രയും വലിയ ഭാരം തന്റെ ചുമലിൽ വെച്ച് ഉയർത്തുന്ന ഈ വ്യക്തിയെ നോക്കൂ. ഇദ്ദേഹം എത്രത്തോളം ശക്തനാണ്. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടെ ചുമലിൽ എത്ര കിലോ ഭാരം വരെ ഉയർത്താൻ കഴിയുമെന്ന് എനിക്ക് കമന്റ് ചെയ്ത് പറയൂ. അടുത്തത് വാസിലി കാമോത്സ്കിയാണ്. സുഹൃത്തുക്കളെ, ഈ വ്യക്തി ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തമായി കരണത്തടിക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ആരുടെയെങ്കിലും കരണത്ത് ഒരടി അടിച്ചാൽ അതിനുശേഷം ഒന്നുകിൽ അയാളുടെ താടിയെല്ല് തകരും, അല്ലെങ്കിൽ അയാൾ അവിടെ തന്നെ ബോധരഹിതനാകും. ഇദ്ദേഹം ഒരു തണ്ണിമത്തന് മുകളിൽ കൈകൊണ്ട് അടിക്കുമ്പോൾ ആ തണ്ണിമത്തൻ തന്നെ കീറിപ്പോകുന്നു. നിങ്ങൾ ഈ പഞ്ചിങ് ഗെയിമിനെ കുറിച്ച് തീർച്ചയായും കേട്ടിട്ടുണ്ടാകും. അതിൽ നിങ്ങൾ ഈ ബോളിൽ ഒരു പഞ്ച് അടിച്ചാൽ അതിനുശേഷം നിങ്ങളുടെ പഞ്ചിൽ എത്രത്തോളം ശക്തിയുണ്ടെന്ന് ഈ മെഷീൻ കാണിച്ചു തരും. ഇതുപോലെ ഈ പഞ്ചിങ് മെഷീനിൽ ഈ വ്യക്തി പഞ്ചടിക്കുമ്പോൾ അതിനുശേഷം ഈ മെഷീൻ തന്നെ പ്രവർത്തിക്കാതാകുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ പഞ്ച് വളരെ ശക്തമായതുകൊണ്ട് മെഷീനിൽ എന്തോ തകരാറുണ്ടാകുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ജിമ്മിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഉയർത്താൻ കഴിയുന്നത്ര ഭാരം മാത്രമായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നാൽ തന്റെ കാലുകളുടെ വ്യായാമത്തിനായി എത്രത്തോളം ഭാരമാണ് ഈ വ്യക്തി ഉയർത്തുന്നതെന്ന് നോക്കൂ. ഒരു ജിമ്മിൽ ഇതിലും കൂടുതൽ ഭാരം ഇനി ആരാണ് ഉയർത്താനാണ്? ഒരു സന്യാസി എത്രത്തോളം ശാന്തനാണെന്ന് കണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ശക്തി ഒട്ടും ഊഹിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു സന്യാസിക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം തന്റെ ഒരു പഞ്ച് മരത്തിലടിച്ചാൽ മരത്തിന്റെ ആ ഭാഗം തന്നെ തകർന്നു പോകും. ഇതുപോലെ നിങ്ങൾ ഈ വീഡിയോ നോക്കൂ. അതിലൊരു സന്യാസിയുടെ തലയിൽ 2 സ്ലേറ്റുകളുടെ കഷണങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനു മുകളിൽ ചുറ്റിക കൊണ്ടടിച്ച് ആ 2 കഷണങ്ങളും തകർക്കുന്നു. എന്നിട്ടും ഈ സന്യാസിയുടെ തലയിൽ ചുറ്റികയുടെ യാതൊരുവിധ ആഘാതവും
ആഘാതവും ഉണ്ടാകുന്നില്ല. ഇവിടെ ഈ വ്യക്തി തന്റെ ഒറ്റ പഞ്ച് കൊണ്ട് ചക്ക തകർക്കുന്നു. ഒരു ചക്കയിൽ എത്രത്തോളം മുള്ളുകളുണ്ട്, അത് തൊടാൻ പോലും ബുദ്ധിമുട്ടാണ്. എന്നിട്ടും ഈ വ്യക്തി തന്റെ ഒറ്റ പഞ്ച് കൊണ്ട് ചക്ക പൊട്ടിക്കുന്നു. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റണ്ട് ചെയ്യാൻ കഴിയുമോ? അതായത് നിങ്ങൾ ഒരു പോളിൽ പിടിച്ച് ഇത്തരത്തിലൊരു കൊടി പോലെ നേരെ നിൽക്കാൻ കഴിയുമോ? നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ കഴിയുന്നവർ വളരെ അപൂർവമായിരിക്കും. എന്നാൽ ഈ വ്യക്തി ഈ സ്റ്റണ്ട് ചെയ്തതിനു ശേഷം തന്റെ മുകളിൽ ഒരു പെൺകുട്ടിയെ കൂടി നിർത്തുന്നു. ഇപ്പോൾ ഈ പോളിൽ പിടിച്ചു നിൽക്കാൻ എത്രത്തോളം ശക്തി പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് കമന്റ് ചെയ്ത് തീർച്ചയായും അറിയിക്കൂ. ഒരു മുട്ട എത്രത്തോളം സെൻസിറ്റീവ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുട്ട നിലത്തു വീണാൽ അത് ഉടൻ തന്നെ പൊട്ടിപ്പോകും. എന്നാൽ ലോകത്തിൽ തന്റെ കയ്യിൽ മുട്ട പിടിച്ചുകൊണ്ട് ഇഷ്ടികകൾ ഇത്തരത്തിൽ തകർക്കാൻ കഴിയുന്ന പല വ്യക്തികളുമുണ്ട്. ഇത്രയും ശക്തമായ ഇഷ്ടികകൾ തകർത്തതിനു ശേഷവും അവരുടെ കയ്യിലിരിക്കുന്ന ആ മുട്ട പൊട്ടുന്നില്ല. അടുത്തത് വിക്ടർ ബ്ലഡ് ആണ്. സുഹൃത്തുക്കളെ, ഈ വ്യക്തി മാർഷൽ ആർട്സിൽ എത്രത്തോളം ശക്തനാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് തന്റെ കൈമുട്ടുകൊണ്ട് കോൺക്രീറ്റിന്റെ ഈ ബ്ലോക്ക് തകർക്കാൻ കഴിയും. നമ്മൾ കുറച്ചു മുൻപ് സന്യാസിമാരെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ സന്യാസിമാർ എത്രത്തോളം ശക്തരാണെന്ന്. ഇപ്പോൾ അവരുടെ ശക്തിയുടെ ഒരു തെളിവിതാണ് അവർക്ക് തങ്ങളുടെ ഒരൊറ്റ വിരൽ കൊണ്ട് പുഷപ്പുകൾ എടുക്കാൻ കഴിയും. നമ്മൾ എല്ലാവരും നമ്മുടെ 2 കൈകൾ കൊണ്ടാണ് പുഷപ്പുകൾ എടുക്കുന്നത്. എന്നാൽ ഒരു സന്യാസിക്ക് തന്റെ ഒറ്റ വിരൽ കൊണ്ട് പുഷപ്പ് എടുക്കാൻ കഴിയും. ഇതുപോലെ ലോകമെമ്പാടും ഒട്ടനവധി ശക്തരായ ആളുകളുണ്ട്. അവരെ കണ്ടാൽ നിങ്ങൾ അവരെ നോക്കി നിന്നു പോകും. അപ്പോൾ ഈ വീഡിയോയുടെ പാർട്ട് 2 നിർമ്മിക്കണമോ വേണ്ടയോ എന്ന് താഴെ കമന്റ് ചെയ്ത് എന്നെ തീർച്ചയായും അറിയിക്കൂ. മറ്റൊരു പുതിയ രസകരമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.